എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ വാട്സപ്പിൽ കുറേ പേര് പിമ്പിൾസ് കുറയുന്ന ഒരു കാര്യം, പിമ്പിൾസ് കുറയാനായിട്ട് എന്തെങ്കിലും ഹോം റെമഡി ഉണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. മുഖം നിറച്ച് പിമ്പിൾസ് ഒക്കെ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഹോം റെമഡിയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം. ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. ഒരു ഒറ്റ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുപോലെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വ്യത്യാസം തോന്നിക്കും. അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്തു പോയാൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും നല്ല റിസൾട്ട് കിട്ടുന്നുള്ള കാര്യം എല്ലാവരും ഓർക്കുക. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ചെയ്യുന്ന കാര്യം കുറച്ച് അടുപ്പിച്ച് ചെയ്യുക. നമുക്കൊരു മാറ്റം വരുന്നിടം വരെ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, അതിൻ്റെ പാടൊക്കെ മാറാനായിട്ടുള്ള കാര്യം ഇടയ്ക്കിടയ്ക്ക് ചെയ്തു പോകണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ ഒരു കാര്യം ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. പിന്നെ നമ്മുടെ ആ ഒരു ഹെയർ ഡേയുടെ വീഡിയോ ഒക്കെ ഹെയർ ഡേയുടെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ചിലവർക്ക് മുടി കഴുകിയപ്പോൾ അത് പോയില്ല എന്ന് പറഞ്ഞു, 2 ദിവസമൊക്കെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലവർക്ക് മുടി കഴുകിയും പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞിരുന്നു ഓരോരുത്തരുടെ ഹെയറിനനുസരിച്ചിരിക്കും. ഡൈ ചെയ്ത ഹെയറിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് പിടിക്കത്തില്ല, പതുക്കെ പിടിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുക. റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. ഓരോരോ ടിപ്സുകൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. കമൻറ്റിൽ ഒരാൾ ചോദിച്ചായിരുന്നു, ഞങ്ങളിപ്പോൾ ഏതാ ചെയ്യേണ്ടത്, എന്നും ഇങ്ങനെ മാറി പോകുന്നുണ്ട്, ഏതാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓരോരുത്തരോട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളുടെ സ്കിന്നിന് എന്താണ് കുഴപ്പമെന്നുള്ള രീതിയിൽ ഉള്ള പായ്ക്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രം നിങ്ങൾ ഉപയോഗിച്ച് പോവുക. ഞാൻ ഇന്ന് ഇടുന്ന വീഡിയോ മാറി ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നിങ്ങൾക്ക് ഇടയ്ക്കത് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മുഖത്ത് ഈ കരിവാളിപ്പും കറുപ്പും അതുപോലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന നിങ്ങൾ ഏതൊരു പായ്ക്കാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോവുക മാറുന്നിടം വരെ. പിന്നെയും ഞാൻ പറയുന്ന പായ്ക്കൾ ഉപയോഗിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വീഡിയോ ചെയ്യണമല്ലോ, എന്നും വീഡിയോ ചെയ്യണം. നല്ല നല്ല ടിപ്സാണ് എന്നും ചെയ്യുന്നത്. ബാക്കിയുള്ള ഈ പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നവർക്ക് അത് ഒരുപാട് പ്രയോജനം ചെയ്യും. അതിനാണ് ഞാൻ വീഡിയോ ഇടുന്നത്. പിന്നെ നിങ്ങളുടെ ഈ പാടുകളും പ്രശ്നങ്ങളും ഒക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം, കറുപ്പുകളൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഓരോ ടിപ്സും പരീക്ഷിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെ സ്കിന്നും വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോരുത്തർക്കും അതിന് ചേരുന്ന തിരഞ്ഞെടുത്ത് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ആ ഒരു പിമ്പിൾസിനുള്ള ഒരു കാര്യം എങ്ങനെയാണ് ചെയ്തെന്ന് നോക്കാം. ഓക്കെ, ഇത് കണ്ടോ, പിമ്പിൾസ് മാറിയതിൻ്റെ ഒരു ഫോട്ടോയാണ് ഈ കാണുന്നത്. കണ്ടോ, മാറി വന്ന് അവസാനം നല്ല രീതിയിൽ മാറി. ഇനി പാട് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് ചൂടായിട്ട് വരുമ്പത്തിന് നമുക്ക് 2 സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കും. നല്ല ജീരകമാണ്, പെരിഞ്ജീരകമല്ല കേട്ടോ. 2 സ്പൂണ് ചേർത്ത് കൊടുക്കും. ഈ വെക്കരുത്, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മാത്രം മതി. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്. ഈ ജീരകത്തിന് ധാരാളം ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ പിമ്പിൾസ് ഒക്കെ കുറയാനായിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ. അത് നന്നായിട്ട് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാവേ. അപ്പോൾ ഈ ജീരകം ചൂടായി വരുന്നതിൻ്റെ ഒരു മണം നമുക്ക് വരും. അപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാവേ. ഇപ്പോൾ ഒരു മണമൊക്കെ വന്നു തുടങ്ങി. ഇപ്പം നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിന് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് മാറ്റാവേ. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാൻ ജീരകം നന്നായിട്ട് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ സാധനത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു തക്കാളിയുടെ പകുതി ചേർത്തിടും. തക്കാളി നീര് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ആവശ്യത്തിനുള്ള തക്കാളി നീര് ഒഴിച്ച് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ പിമ്പിൾസ് ഉള്ള ഭാഗത്തോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ഓറഞ്ചിൻ്റെ പകുതിയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഓറഞ്ചിൻ്റെ പകുതി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇരിക്കുന്ന തൊലിയുണ്ടല്ലോ, അത് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം. സൈഡിൽ നമ്മുടെ മുഖത്ത് കൊള്ളാത്ത രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം.
ഇനി പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഇതിനകത്തെ കുരുവ് നമുക്ക് കളയാവേ. കുരു നമുക്ക് വേണ്ട. കുരുവെല്ലാം എടുത്ത് കളയണേ. ഞാൻ ഈ കുരു എടുത്ത് കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഈ കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുഖത്ത് കൊള്ളാതെ നമുക്ക് ഈ കുരുവെല്ലാം എടുത്ത് കളയാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ തന്നെ എടുക്കണം. അപ്പോൾ സൈഡ് ഇങ്ങനെ നമ്മൾ ചെത്തി തൊലി കളയണം. ഇത്രയും ഭാഗം നമ്മുടെ മുഖത്ത് മുട്ടാതെ എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് വേണ്ട 1 ടീസ്പൂൺ നാടൻ നല്ല മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഇല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണല്ലോ എടുക്കാം. രണ്ടും നാടനായിരിക്കണം കേട്ടോ. ഇനി ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. മഞ്ഞൾപ്പൊടിയുടെ കൂടെ നമുക്ക് വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്തിരി ഉപ്പ്, അധികം വേണ്ട, ഒരു 2 പിഞ്ച്, നമ്മുടെ കയ്യിൽ 2 നുള്ളെന്നൊക്കെ പറഞ്ഞില്ല അതുപോലെ ഉപ്പിട്ട് കൊടുക്കണേ. കൂടിപ്പോരുത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ നമ്മുടെ പിമ്പിൾസ് കുറയാനായിട്ട്, അപ്പോൾ എൻ്റെ മുഖത്ത് പിമ്പിൾസ് ഒന്നും ഇല്ല, എന്നാലും ഞാൻ എൻ്റെ മുഖത്ത് തന്നെ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ആദ്യം നമുക്ക് നമ്മുടെ കോട്ടൺ എടുക്കുക. അതിനുശേഷം നമ്മുടെ മുഖമൊക്കെ, അതായത് നമ്മുടെ ഏത് പിമ്പിൾസ് ഉള്ള ഭാഗമാണ് അവിടെ ക്ലീൻ ചെയ്യുക. മുഖം മൊത്തം ക്ലീൻ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യുക. വേറൊരു കാര്യം ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫേസ് മൊത്തം ക്ലീൻ ചെയ്യുന്നത്. നിങ്ങളിത് രണ്ടും കൂടെ ചെയ്തു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ റോസ് വാട്ടർ എടുത്തിട്ട് നല്ലപോലെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മൾ മുമ്പേ എന്താ പറയുക, മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ, അതെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഓറഞ്ച് വട്ടത്തിൽ മുറിച്ചിട്ട് സൈഡിലെ തൊലിയെല്ലാം ചെത്തി കളഞ്ഞതിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തെ കുരുവും കൂടെ കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുരു എടുക്കരുത്. കുരു എടുത്ത് കഴിഞ്ഞിട്ട് തേച്ചിട്ട് മുഖം നീറി, അതുപോലെ തന്നെ മുഖത്ത് പോറുണ്ടായെന്നൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരല്ലേ. കുരു കറക്റ്റായിട്ട് എടുത്ത് കളയണം. അതുപോലെ ഇതുപോലെ സൈഡ് ചെത്തി തൊലി കളയുകയും വേണം. ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു സാധനം, ഈ ഒരു മഞ്ഞൾപ്പൊടിയിലൂടെ നമ്മൾ ഈ ഒരു ഓറഞ്ചിൻ്റെ ഇത് മുക്കണം. അതിനുശേഷം നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി ഉപ്പൂടെ എല്ലായിടത്തും മുക്കിയതിന് ശേഷം എല്ലായിടത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൈകൊണ്ട് കൊടുക്കുക. അതിനുശേഷമാണ് നമുക്ക് നമ്മുടെ മുഖത്തോട്ടൊക്കെ ഉരച്ച് കൊടുക്കേണ്ടത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഏത് ഏരിയയിലാണ് നമുക്ക് കൂടുതൽ പിമ്പിളുള്ള അവിടെയായിട്ട് ഉരച്ച് കൊടുക്കുക. ചെറിയ നീറ്റിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉപ്പിട്ടും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത്. മഞ്ഞൾപ്പൊടി നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും പിമ്പിൾസിനും അതുപോലെ തന്നെ പാടുകൾ പോകാനായിട്ടും അണുക്കളെ നശിപ്പിക്കാനായിട്ടും എല്ലാം മഞ്ഞൾപ്പൊടി നല്ല. അതുപോലെ തന്നെ ഉപ്പും നല്ലൊരു സാധനമാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം മഞ്ഞൾപ്പൊടി ഉപ്പും ചേരുമ്പോൾ നല്ലൊരു എന്താ പറയുക, നമ്മുടെ കാരയ്ക്കൊക്കെ നല്ല കുറവ് കിട്ടാനായിട്ടും പാടുകൾ മാറാനായിട്ടും ഒക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓറഞ്ച് ഒരുപാട് നല്ല നമ്മുടെ സ്കിന്നിന് കളർ കിട്ടാനായിട്ടും പാടുകൾ മാറിപ്പോകാനായിട്ടും കറുത്ത പാടുകളൊക്കെ എല്ലാം പാടുകളും കറുത്ത പുള്ളികളും ഒക്കെ മാറാനായിട്ട് ഓറഞ്ച് നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെയാണ് ഇടയ്ക്ക് മസാജ് ചെയ്ത് കൊടുക്കുന്നത്, ഒത്തിരി നല്ലതാണ്, വെറുതെ ആണെങ്കിലും കേട്ടോ. അപ്പം ഇത് നമ്മൾ ഇപ്പം നമ്മുടെ ഈ ഒരു ഭാഗത്തുമുള്ള കൂടുതൽ പിമ്പിളുള്ള, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഇങ്ങനെ മസാജ് ചെയ്യുക. അപ്പോൾ നമ്മളിത് ഓറഞ്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഫേസിലൊരു സുഖം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പാർലറിലൊക്കെ പോകണമെങ്കിൽ ഗാൽവാനിക് ഫേഷ്യൽ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തു തരും. പിന്നെ അത് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തരും. ഇപ്പം നമുക്ക് വീട്ടിലിരിക്കുമ്പോൾ നമുക്കിത് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മുഖത്തെല്ലാം ഇത് ചെയ്യാം കേട്ടോ. ഇത് ചുമ്മാ പിമ്പിളില്ലാത്ത ആൾക്കാർക്കും ചെയ്യാം, പിമ്പിളുള്ളവർക്ക് മാത്രമല്ല. മുഖം നല്ല ഗ്ലോ ആക്കി ഇട്ടാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല വെളുക്കാനായിട്ടും ഒക്കെ ഈ ഒരു ഓറഞ്ച് മസാജ് ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഏരിയയിലൊക്കെ അല്ലേ പിമ്പിളുള്ളത്. അപ്പം ചിലർക്ക് ഒത്തിരി പിമ്പിളൊക്കെ ഉണ്ടെങ്കിൽ മുഖം നീറും. കാരണം ചെറുതായിട്ട് നീറും, പൊട്ടും. നമ്മുടെ ആ ഒരു ഭാഗം വലിയ പിമ്പിൾസൊക്കെയാണ് പൊട്ടി വരും ഇങ്ങനെ ഉരച്ച് കഴിയുമ്പോൾ. അതുകൊണ്ട് പതുക്കെ ഉരച്ച് കൊടുക്കുക, ഒത്തിരി സ്പീഡിലൊന്നും ഉരച്ച് കൊടുക്കരുത്. പിമ്പിൾസൊക്കെ ഉള്ളവർ പതുക്കെ സോഫ്റ്റ് ആയിട്ടിരിക്കും. എനിക്ക് പിമ്പിൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി കുറച്ച് സ്പീഡിൽ ഉരയ്ക്കുന്നത്. അപ്പം ഞാൻ എല്ലായിടത്തും നന്നായിട്ട് ചെയ്യുക. ഇത് ഇവിടെയൊക്കെ ഇങ്ങനെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ ഡെഡ് സ്കിന്ന് മാറാനായിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. മൂക്കിൻ്റെ ഇവിടെ കറുപ്പൊക്കെ ഉണ്ട്, മാറിക്കിട്ടും. അപ്പം നമ്മൾ കുരു അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ കുരു എടുത്ത് കളയണം. കുരു മുഖത്തിട്ട് വരയ്ക്കരുത് കേട്ടോ, നമുക്ക് പ്രശ്നമാണ്. ഇതൊരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ട് എന്നിട്ട് ഇടയ്ക്ക് ജ്യൂസ് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ ജ്യൂസ് വരും. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, മഞ്ഞൾപ്പൊടിയിലോട്ട് മുക്കിയതിന് ശേഷം വീണ്ടും നമ്മളിതുപോലെ ചെയ്യണം. ഇങ്ങനെ ഒരു 5 മിനിറ്റ് നമ്മൾ ചെയ്യണം. നല്ല റിസൾട്ടാണ് ഇത്. പിമ്പിളുള്ളവർക്ക് മാത്രമല്ല, നല്ല മുഖ ഷൈനിങ് ആകാനായിട്ടും മുഖത്തെ പാടുകൾ മാറാനായിട്ടും ഇതുപോലെ നമ്മൾ ഡെയിലി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നമ്മുടെ പാർലറിലൊക്കെ പോകുമ്പോൾ ഇത് ഗാൽവാനിക് മെഷീനിൽ ഇട്ടിട്ടാണ് ഈ ഒരു ഓറഞ്ച് കുത്തിയിട്ട് ചെയ്യുന്നത്. ഇത് പല സ്റ്റെപ്പായിട്ട് നമുക്ക് ചെയ്തു തരും. അതുവരെ നമ്മുടെ വീട്ടിലിങ്ങനെ ഇത് നമ്മൾ ഡെയിലി ചെയ്യണം കേട്ടോ. പിമ്പിൾസൊക്കെ ഉള്ളവർ ഡെയിലി ചെയ്യണം, നിർത്തരുത്. മാർന്നിടം വരെ ചെയ്യണം. കാരണം നല്ലൊരു നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഒത്തിരി നല്ലതാണല്ലോ. മഞ്ഞൾപ്പൊടി അലർജി ഉള്ളവർക്കൊന്നും എനിക്ക് പറയാനൊന്നും ഇല്ല.
അലർജി ഇല്ലാത്തവർ ചെയ്യുക. അതുപോലെ തന്നെ ഓറഞ്ച് ചിലർക്ക് അലർജി ആയിരിക്കും. അലർജി ഉള്ളവർ ചെയ്യാതിരിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു 5 മിനിറ്റ് ഉരച്ചതിന് ശേഷം ഇത് നമുക്ക് കഴുകിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ ദിവസം എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഇനിയിപ്പം നമ്മൾ ഇതും തുടച്ച് മാറ്റുന്നില്ല. തുടച്ച് മാറ്റാതെ തന്നെ നമ്മൾ ഈ ഒരു ജീരകത്തിൻ്റെ പായ്ക്ക് നമ്മൾ നേരത്തെ വെച്ചില്ലേ, അത് നമ്മളെടുത്ത് നമ്മുടെ ഒരു പിമ്പിൾ ഉള്ളിടത്തോടെ ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇത് ജീരകം ഇച്ചിരി അരയാനുണ്ട്. അപ്പം നല്ലപോലെ നിങ്ങൾ അരച്ചെടുക്കുക. എനിക്ക് ഇച്ചിരി അരയാനുള്ളത് കൊണ്ട് തന്നെ അങ്ങോട്ട് പിടിക്കുന്നില്ല മുഖത്തോട്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് അരച്ചെടുക്കുക. ജീരകം തേക്കുമ്പോൾ ഇച്ചിരി പുകച്ചിലുണ്ടാവും, അത് ശ്രദ്ധിച്ചോണം. അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഇത്തിരി കഴിയുമ്പോൾ മാറും. മാറിയില്ല, നിങ്ങൾക്ക് പിന്നെയും പുകയുവാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ കഴുകി മാറ്റി വയ്ക്കുക. നിങ്ങളുടെ ഒരു അലർജി സ്കിന്നാണ്, അതുകൊണ്ടാണ് അത്രയും നേരം പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ ഇടുമ്പോൾ തന്നെ എനിക്കൊരു പുകച്ചിലുണ്ട്. അത് വലിയ കാര്യമാക്കുന്നില്ല. ഇച്ചിരി കഴിയുമ്പോൾ പുകച്ചിൽ മാറിക്കൊള്ളും. സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ കുറച്ച് നേരം പുകയും. അപ്പോൾ ഒരുപാട് നേരം പുകഞ്ഞിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ തുടച്ച് മാറ്റിയതിന് ശേഷം ഐസോ എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ അങ്ങനെ കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് വളരെ നല്ലൊരു സാധനമാണ് ജീരകം. നമ്മുടെ പിമ്പിൾസ് മാറാനായിട്ടും അതുപോലെ തന്നെ ഒത്തിരി ഗുണമാണ് ജീരകത്തിന്. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ ചെയ്യുമ്പോൾ അടുപ്പിച്ച് ചെയ്യുക. അടുപ്പിച്ച് ചെയ്താലേ നമുക്ക് അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മുടെ പിമ്പിൾസ് ഉള്ള ഭാഗത്ത് നെറ്റിലാണ് അവിടെ ഏതെല്ലാം ഭാഗത്തുണ്ടോ അവിടെല്ലാം ഇതുപോലെ തേച്ച് വെച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തണുത്ത വെള്ളത്തിൽ കഴുകി കളയുക. ഇങ്ങനെ ഡെയിലി ചെയ്യുക. ഡെയിലി ചെയ്യുമ്പോഴത്തേനും നിങ്ങളുടെ എത്ര കൂടിയ പിമ്പിൾസ് ആണെങ്കിലും നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് മങ്ങി വരുന്നതായിട്ട് കാണാൻ. പാട് മാറാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഈ ഓറഞ്ചിൽ ഇത് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ പതുക്കെ പാട് മാറിക്കൊള്ളും. പിന്നെ ആദ്യം നമ്മൾ ഈ പിമ്പിൾസൊക്കെ ഒന്ന് ഇതുപോലെ ഓറഞ്ച് വെച്ച് ചെയ്തൊന്ന് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഇത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എഫക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് പിമ്പിൾസൊക്കെ ഉള്ളവർക്ക് ഇത് നിങ്ങൾക്ക് കുറച്ച് പുകയും, ഉറപ്പാണ് പുകയും. അപ്പോൾ പുകഞ്ഞിട്ട് നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടും പുകച്ചിൽ നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതങ്ങ് കഴുകി മാറ്റി വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഐസ് വെച്ചിട്ട് പിന്നെ ചെയ്യാതിരിക്കുക. ചിലർക്ക് ചിലപ്പോൾ പല സാധനങ്ങളും അലർജി ഉണ്ടല്ലോ, അങ്ങനെയുള്ളവരാണ് പറഞ്ഞത്. ഇല്ലാത്തവർ നിങ്ങൾ എന്തായാലും ഇത് ഇടുമ്പം കുറച്ച് നേരം പുകയും, കുറച്ച് പുകയും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ 20 മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയുക. പിമ്പിൾസ് ഉള്ളവർ ഡെയിലി ഇതിടുക. ഡെയിലി ഇടുമ്പോൾ റിസൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കഴിയുമ്പോൾ റിസൾട്ട് കാണാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ മുഖം എല്ലാം കഴുകിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പിമ്പിൾ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട്. അത് ഒരാളുടെ പിമ്പിൾസ് കുറഞ്ഞു വന്ന് മാറിയൊരു ഫോട്ടോയാണ്. അത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തു പോവുക. പിന്നെ നമുക്ക് മുഖത്ത് ഈ ഓറഞ്ച് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, മഞ്ഞൾപ്പൊടി, ഇപ്പോൾ ഉപ്പ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടിയിൽ മുക്കി ഇതുപോലെ മുഖത്ത് മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി നല്ലതാണ് നമുക്ക്. അപ്പം ഈ പിമ്പിൾസ് ഒന്നും ഇല്ലാത്തവർ ജീരകം ഒഴിവാക്കുക, ഉപ്പ് ഒഴിവാക്കുക. മഞ്ഞൾപ്പൊടി മാത്രം അതേ സ്പ്രെഡ് ചെയ്തിട്ട് ഓറഞ്ച് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് തൊലിയെല്ലാം കളയുക. ആ മണ്ടലത്തെ തൊലി മാത്രം കളഞ്ഞിട്ട് സ്പ്രെഡ് ചെയ്ത് മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം കസ്തൂരി മഞ്ഞളും ഇടാം, നല്ല പച്ചമഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് ഡെയിലി കൊടുത്താൽ നമ്മുടെ സ്കിന്ന് നല്ല നിറം വെക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നല്ല നിറം വെക്കാനായിട്ടും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു 18 വയസ്സ് ഉള്ള പിള്ളേർക്കൊക്കെ നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ഒരു സാധനം ചെയ്ത് കൊടുക്കുക, ഒരു കുഴപ്പമില്ല. പിന്നെ ഓറഞ്ചൊക്കെ അലർജി, മഞ്ഞൾ അലർജി ആണെന്നുള്ളത് ചെയ്യണ്ട. അലർജി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അലർജി നമ്മുടെ ഓറഞ്ച് അലർജികളൊന്നും ചെയ്യാൻ പോകണ്ട കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അല്ലാത്തവർ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയവർക്കും പ്രായഭേദമന്യേ ആർക്കും ചെയ്യാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ ചെയ്യാം. ആണുങ്ങൾക്ക് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ രോമം ഉണ്ടാകത്തില്ല, ഹെയർ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നവർക്ക് മഞ്ഞൾപ്പൊടി കട്ട് ചെയ്തിട്ട് ഓറഞ്ച് മാത്രം റബ്ബ് ചെയ്ത് കൊടുത്താലും നല്ലതാണ്. സ്കിന്ന് നല്ല ഗ്ലോ കിട്ടാനായിട്ടും അതുപോലെ തന്നെ പാടുകളും ഒക്കെ മാറാനായിട്ടും ഒക്കെ ഉള്ളതാണ്. പിഗ്മെൻറ്റേഷന് നല്ലതാണ്, കരിമംഗലത്തിന് നല്ലതാണ്. ഇത് ഏത് ചെയ്യുമ്പോഴും നമ്മൾ പതിവായിട്ട് ചെയ്യണമെന്ന് മാത്രം, എന്നാൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ.